യൂത്ത് ലീഗ് പുനഃസംഘടനയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വീണ്ടും പരാതി. സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കോൽക്കളത്തിലെ നിരീക്ഷക സ്ഥാനത്തുനിന്നും മാറ്റണമെന്നാണ് ആവശ്യം. മുനവർ അലി തങ്ങൾക്കും PMA സലാമിനും നെടുമങ്ങാട് മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. ഇക്ബാൽ അറക്കലും രഞ്ജിത്തും വിവരങ്ങളുമായുണ്ട്. ആദ്യം VS രഞ്ജിത്തിലേക്കാണ്. രഞ്ജിത്ത്, ഇപ്പോൾ യൂത്ത് ലീഗ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരാതിയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വന്നിരിക്കുന്ന പരാതി. ആ പരാതിയിൽ പറയുന്നത് എന്താണ്? സ്മൃതി, യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ഇപ്പോൾ നടക്കുകയാണ്. പുനഃസംഘടന ഭാഗമായിട്ടുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ്. അതിൽ പാലക്കാട്ടും മലപ്പുറത്തും കാസർഗോഡും ഒക്കെ പരാതി ഉണ്ടായിരുന്നു. സമാനമായൊരു പരാതി തിരുവനന്തപുരത്തും ഉണ്ടായിരിക്കുകയാണ്. യൂത്ത് ലീഗിൽ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ വിഭാഗീയത നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. അതിനെ സാധൂകരിക്കുന്ന ഒരു കത്ത് ഇപ്പോൾ നെടുമങ്ങാട് മണ്ഡലം കമ്മിറ്റി PMA സലാമിനും മുനവർ അലി ശാബ്ദങ്ങൾക്കും സാദിഖ് അലി ശാബ്ദങ്ങൾക്കും അയച്ച കത്തിന്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ കത്തിൽ ഇപ്രകാരം പറയുന്നു: മുൻകാലങ്ങളിൽ മെമ്പർഷിപ്പ് വിതരണം നടത്തിയിരുന്നത് പോലെ ഇപ്രാവശ്യവും മെമ്പർഷിപ്പ് വിതരണം ചെയ്യുവാൻ യോഗം തീരുമാനമെടുത്തു. എന്നാൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഹാരിസ് കരമനയുടെ നേതൃത്വത്തിൽ MSF ജില്ലാ ജനറൽ സെക്രട്ടറി ഗദ്ദാഫിയോടൊപ്പം യോഗത്തിലേക്ക് കടന്നു വന്ന പാർട്ടി പ്രവർത്തകർ അല്ലാത്ത രണ്ടുപേരും യോഗം അലങ്കോലപ്പെടുത്തി. അതുപോലെ തിരുവനന്തപുരം ജില്ലയുടെ നിരീക്ഷകൻ ഗഫൂർ കൊലക്കളത്തിലും നെടുമങ്ങാട് നിയോജക മണ്ഡലം മെമ്പർഷിപ്പ് വിതരണത്തിൽ നേരിട്ടിടപെട്ട് ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് രണ്ടു പേർക്കെതിരെയാണ് പരാതി. ഒന്ന്, യൂത്ത് ലീഗിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഹാരിസിനെതിരെ. രണ്ട്, യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗഫൂർ കൊലക്കളത്തിൽ. ഇവർ രണ്ടുപേരും ഗ്രൂപ്പ് കളിച്ച് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മുടക്കാൻ ശ്രമിക്കുകയും ഗ്രൂപ്പിന്റെ ആളുകളെ തിരികെ കയറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ PMA സലാമിനും മുനവർ അലി ശാബ്ദങ്ങൾക്കും സാദിഖ് അലി ശാബ്ദങ്ങൾക്കും നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒരുമിച്ച് കത്തെഴുതിയിട്ടുള്ളത്. സമാനമായ പരാതിയായിരുന്നു ഈ പറയുന്ന ഗഫൂർ കൊൽക്കളത്തിനെതിരെ പാലക്കാട്ടും ഉയർന്നുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഓഡിയോ സന്ദേശം ഉൾപ്പെടെയാണ് ഇക്ബാൽ അറക്കൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.